ദേ ഈ ഒരു ഐറ്റം കണ്ടോ, ഇപ്പോൾ നമ്മൾക്ക് ഓറഞ്ചിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് വാങ്ങിക്കാം. അപ്പോൾ ഓറഞ്ച് നാടനായിട്ടുള്ള ഓറഞ്ച് ആകുമ്പോൾ കുറച്ച് പച്ച കളറും ഓറഞ്ച് കളറൊക്കെ മിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഫുള്ള് ഓറഞ്ച് കളറായിട്ടുള്ള ഓറഞ്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അതിന് നല്ലൊരു മധുരമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് സിസ്റ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിലും കുറച്ചധികം കിട്ടും. ഇത് മുസമ്പിയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. മുസമ്പിയും ഓറഞ്ചും തമ്മിൽ നമുക്ക് കാണുമ്പോൾ ഏകദേശം ഡിഫറൻസ് മനസ്സിലാകും. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനം ബട്ടറാണ്. ഇന്നത്തെ റെസിപ്പി കംപ്ലീറ്റ് നമ്മൾ ബട്ടർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഓയിലോ മാർജറിനോ അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ബട്ടറാണ് കൂടുതലും ടേസ്റ്റ്. പിന്നെ ഈ ബട്ടർ എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് സോഫ്റ്റായി ഭയങ്കരമായിട്ട് മെൽറ്റായി പോകുന്ന ഒരു ടെക്സ്ചറിൽ എടുക്കരുത്. സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ അത്യാവശ്യം ഒത്തിരി കട്ടി ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് പിരിഞ്ഞു പോവാതെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് പൗഡേർഡ് ഷുഗറാണ്. പൗഡേർഡ് ഷുഗർ 180 ഗ്രാംസാണ് എടുത്തേക്കുന്നത്. അതിൽ കൂടുതൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 200 ഗ്രാംസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നമ്മളുടെ മധുരം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം സ്പീഡ് കുറച്ച് നമ്മളുടെ ബട്ടറും അതുപോലെ ഷുഗറും കൂടി ഒന്ന് ബീറ്റാക്കി എടുത്തിട്ട് അത് മിക്സ് ആയെന്ന് കാണുമ്പോൾ നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ബീറ്റിങ്ങിലാണ് നമ്മളുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുന്നത് കാരണം ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിന് കുറച്ച് സമയം എടുക്കും. എന്നാലും സമയം എടുക്കുമെന്ന് കരുതി മടി കാണിച്ച് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ടൈം കുറക്കരുത്. എന്നിട്ട് കുറച്ചൊന്ന് പകുതി സമയമൊക്കെ ബീറ്റായി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ആ സൈഡിലേക്ക് തെറിച്ച് പോയ ഷുഗറും ബട്ടറും ഒക്കെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മളുടെ ഒരു ബട്ടറും ഷുഗറും ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എഗ്ഗാണ്. ഒരു മീഡിയം സൈസ് വരുന്ന 3 എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു 16 ഗ്രാംസൊക്കെ, അതായത് ഒരു എഗ്ഗ് ഒരു 60 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ 2 എഗ്ഗ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 3 എഗ്ഗ് എടുത്തത്. ഞാൻ എഗ്ഗിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ 49-50 ഗ്രാംസൊക്കെയാണ് വെയിറ്റ് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മീഡിയം സൈസ് എഗ്ഗ് ആയതുകൊണ്ട് 3 യൂസ് ചെയ്തു. പിന്നെ എഗ്ഗ് ഒരിക്കലും ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യരുത്. ഓരോന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരിക്കലും അത് ഓവർ ബീറ്റായി പോകരുത്. ഓവർ ബീറ്റ് ആകുമ്പോൾ നമ്മളുടെ ഈ കേക്കിൻ്റെ കംപ്ലീറ്റ് ടെക്സ്ചർ മാറിപ്പോകും. പിന്നെ അതുപോലെ എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് തെറിക്കുന്ന ആ ഒരു പോർഷൻസൊക്കെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്നത് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അപ്പോൾ ഈ വാനില എസൻസിന് പകരം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് എസൻസോ അതല്ലെങ്കിൽ ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്ലേവേഴ്സും കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ, ഒരു 1 ടീസ്പൂൺ വരെ അത്രയൊക്കെ മതി. അല്ലെങ്കിൽ ഓവറായിട്ടുള്ളൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒരു 1 ടീസ്പൂൺ, പിന്നെ ഒരു 200 ഗ്രാം മൈദ, ഇത്ര മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2 ബാച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ബീറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലോർ ആഡ് ചെയ്യുമ്പോഴും ഒത്തിരി നേരം ഒന്നും ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് നമ്മൾ ഇട്ട ഫ്ലോർ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം വേണം ബീറ്റർ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ 2 ബാച്ചായിട്ട് ഇട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ ബാറ്റർ ഭയങ്കര ഒരു തിക്കായിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിരിക്കും. അപ്പോൾ അടുത്തതാണ് കേക്കിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം ഓറഞ്ച് സെസ്റ്റ്. നമ്മൾ നേരത്തെ വാങ്ങിച്ച ഓറഞ്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ വൈറ്റ് പോർഷൻ വരാത്ത രീതിയിൽ ഒന്ന് ഉരച്ചെടുക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത്രയെങ്കിലും ആഡ് ചെയ്താലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഓറഞ്ച് നാടൻ ഓറഞ്ച് വാങ്ങിക്കാതെ നമ്മൾ ഇതേപോലത്തെ ഓറഞ്ച് വാങ്ങിക്കണം എന്ന് പറഞ്ഞത് ഇതേപോലെ സെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറച്ചധികം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്ത മെയിൻ ഐറ്റം ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ജ്യൂസ് കിട്ടിയായിരുന്നു. നല്ലൊരു ഓറഞ്ച് കളറുമായിരുന്നു. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാതെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ അതൊരു 80 ml
ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓറഞ്ച് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെയുള്ള ഓറഞ്ച് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതാവുമ്പോൾ ഫുള്ള് ഓറഞ്ച് കളറായിരുന്നത് കൊണ്ട് നമുക്ക് സിസ്റ്റ് എടുക്കുന്ന സമയത്തും നമുക്ക് കുറച്ചധികം തന്നെ കിട്ടും. നാടനാവുമ്പോൾ നമുക്ക് കുറച്ച് കുറവായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഓറഞ്ച് ജ്യൂസ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നോർമൽ ഓറഞ്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് വെച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് പുളിയുള്ള ഓറഞ്ച് വാങ്ങിക്കരുത്. നല്ല മധുരമുള്ള ഓറഞ്ച് വാങ്ങിച്ചാലാണ് നമുക്ക് കേക്കിനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും തിക്കായിട്ടുള്ള ബാറ്ററായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ബാറ്ററിലേക്ക് ഇനി നമ്മൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കണമെന്ന് കരുതിയിട്ട് പാലും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യരുത്. പിന്നെ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോഴും ഒട്ടും വെള്ളം ചേർക്കാതെ ജ്യൂസ് മാത്രമായിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും, പെട്ടെന്ന് പൂത്തു പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലോഫ് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിനി ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 180 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് കേക്ക് ബേക്ക് ആവാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേക്ക് ബേക്കായിട്ട് വരട്ടെ. നന്നായിട്ട് കൂളായി തണുത്തതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതുപോലെ കേക്ക്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയ അന്ന് കഴിക്കുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റ് പിറ്റേ ദിവസത്തേക്ക് കഴിക്കാനായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ആ ഒരു ഇൻസൈഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് ഒരു ഷെയ്ഡ്സ് ആയിരിക്കും, ഭയങ്കര പ്യുവർ വൈറ്റ് ആയിരിക്കില്ല, ഒരു ലൈറ്റ് കളർ ചേഞ്ച് ഉണ്ടാവും. കാരണം നമ്മൾ ആ ജ്യൂസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിനകത്തേക്ക് എക്സ്ട്രാ വേറെ കളേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.